ഇഷാൻ, ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമനയാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് എഴുതിയത്. ചോദ്യം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാന്നറിയോ? രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. എന്തായിരുന്നു അതിന്റെ പേര്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ശരിയായ ഉത്തരവാണ്. ഇനി ആദ്യം ഏത് പേരിലാണ്, തത്വബോധിനി പത്രികയിലാണ് ദേശീയഗാനം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്? ഏത് പേരിലാണ് ആ ഗാനം അറിയപ്പെട്ടിരുന്നത്? ആദ്യത്തെ പേര് സമയമില്ല. ഭാരത് വിധാത. ഭാഗ്യവിധാത അല്ല, പിന്നെന്താ? ഭാരത് വിധാത. ദേശീയഗാനമായ ജനഗണമന ഒറിജിനലിൽ ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയാണ്. ഏത് രാഗത്തിലാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്? ശങ്കരാഭരണവും ശരിയായ ഉത്തരവാണ്. ആരാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ദേശീയഗാനത്തിന്റെ ആ മ്യൂസിക് ഇട്ടിരിക്കുന്നത്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ശരിയായ ഉത്തരവാണ്. ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കുന്നതിനെടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. അതിന്റെ ഒരു ഷോർട്ടൻഡ് വേർഷൻ ഉണ്ട്, 20 സെക്കൻഡിൽ ചെല്ലാവുന്ന ഒരു അതെ 20 സെക്കൻഡുള്ള ഷോർട്ടൻഡ് വേർഷൻ ഉണ്ട്. ഓക്കെ, 1882 പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ് ആനന്ദമഠ്. ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ശരിയായ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്ന് എടുത്ത ഒരു കവിതയുണ്ട്, ഒരു പാട്ട്, അതാണല്ലോ പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗീതമായത്. ഏതാ? ഇല്ല. വന്ദേ മാതരം ശരിയായ ഉത്തരവാണ്. ഓക്കെ, മറ്റൊരു ദേശഭക്തി ഗാനമാണ് സാരേ ജഹാം സേ അച്ഛാ. ആരെഴുതി? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. അതിന് നമ്മളിപ്പോൾ കാണുന്ന സംഗീതം കൊടുത്തത് പണ്ഡിറ്റ് രവിശങ്കർ. ശരിയായ ഉത്തരം. ഇനി ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിയും അനുയായികളും പോകുമ്പോൾ അവരൊരു പ്രാർത്ഥന പോലെ ആലപിച്ചിരുന്നത് ആരാണ്? അതിന്റെ എഴുത്താര്, സംഗീതമാര്? തുളസിദാസ് ആണ്. വിഷ്ണു ദിഗംബർ പുരസ്കാർ. ഇൻട്രോ ഒന്നും പറ്റില്ല, പെട്ടെന്ന് പറയണം. വിഷ്ണു ദിഗംബർ പുരസ്കാർ. എങ്കിൽ ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അറിയപ്പെട്ടിരുന്ന വൈഷ്ണവ ജനതോ, അത് രചിച്ചതാരാ? നരസിംഹ മേത്ത. ഒറ്റ ചോദ്യം കൂടി. നരസിംഹ മേത്ത. ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. കേരളത്തിന്റെ ഉപ്പു സത്യാഗ്രഹ സമയത്ത് സമരഭടന്മാരുടെ ഗാനം ഏതായിരുന്നു? അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരേ. യെസ്, അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരേ.